ഹായ് എവ്രിവൺ, ഇന്ന് വേൾഡ് ബുക്ക് ഡേ. സോ ഇന്നത്തെ ദിവസം കഴിയുന്നത്രയും ആൾക്കാർ വായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വായിക്കാൻ പറ്റാത്തവരുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഒരു RJ പറയുന്നത് കേട്ടു. അതായത് അദ്ദേഹത്തിന് 2 പേജ് വായിക്കാൻ പറ്റിയുള്ളൂ ഒരു ബുക്കിൻ്റെ, അത് കഴിഞ്ഞിട്ട് വായിക്കാനേ പറ്റിയിട്ടില്ല എന്നൊക്കെ. അപ്പോൾ അത് ഓക്കെയാണ്. ആ ബുക്ക് 2 പേജ് വായിക്കാൻ പറ്റിയെങ്കിൽ പിന്നെ അത് നോക്കരുത്, അതിലേക്ക് പരിശ്രമിക്കരുത്. ഇറ്റ്സ് ഓക്കെ. വേറൊരു പുസ്തകം കാണും. പുസ്തകങ്ങൾ മനുഷ്യരെ പോലെയാണ്. ചിലരെ നമുക്ക് ഇഷ്ടപ്പെടും, ചിലരെ ഇഷ്ടപ്പെടില്ല, അല്ലേ? അപ്പോൾ ഇഷ്ടപ്പെടുന്ന പുസ്തകം കിട്ടുന്നവരെ നമ്മൾ ശ്രമിക്കുക. ദർ ഇസ് എ ബുക്ക് ഔട്ട് ദെയർ ഫോർ യു. നമുക്ക് എല്ലാവർക്കും പല പല തരം ബുക്സാണ് ഇഷ്ടം. അപ്പം നമ്മുടെ ഇഷ്ടം കണ്ടുപിടിക്കേണ്ടതാണ് ഏറ്റവും അത്യാവശ്യം. ഇന്നത്തെ ദിവസം നിങ്ങൾ പുസ്തകങ്ങളുടെ ലോകത്തിലേക്ക് വരൂ. പുസ്തകങ്ങൾ എത്ര അമേസിങ് ആണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ, നിങ്ങളത് കേട്ട് കാണും. പിന്നെ നോളജ് ഗെയിൻ ചെയ്യാനായിട്ട് വായിക്കരുത്, എൻജോയ് ചെയ്യാനായിട്ട് വായിക്കൂ. നിങ്ങൾക്ക് എന്താ ഇഷ്ടം? എന്ത് കഥയാണ് നിങ്ങൾക്ക് ഇഷ്ടം? കഥകളാണോ അതോ നോൺ ഫിക്ഷൻ ആണോ? എന്താണ് ഇഷ്ടം? പോയിട്രി ആണോ ഇഷ്ടം? നിങ്ങൾക്ക് എന്ത് ഇഷ്ടമാണെങ്കിലും നിങ്ങൾ അത് വായിക്കും. ഇറ്റ് ഈസ് ടോട്ടലി അണ്ടർ യുവർ കൺട്രോൾ. നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച് കാര്യങ്ങളെ നമ്മുടെ കൺട്രോളിലുള്ളൂ, അല്ലേ? പക്ഷെ വായന അങ്ങനത്തെ സാധനമാണ്. നമുക്കൊരു പുസ്തകം ഇഷ്ടമല്ലെങ്കിൽ നമുക്കത് മാറ്റി വയ്ക്കാം, അടുത്ത പുസ്തകത്തിലേക്ക് പോവാം. അപ്പോൾ ആ ഫ്രീഡം നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾ വായനയുടെ ലോകത്തിലേക്ക് വരണം. ഇറ്റ്സ് എ വണ്ടർഫുൾ വേൾഡ്. അപ്പോൾ സോ വൺസ് അഗൈൻ ഹാപ്പി ബുക്ക് ഡേ, ഹാപ്പി റീഡിങ്. ബൈ ബൈ.